കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ പരിഗണിച്ചേക്കില്ല. ദീപ്തിയെ ഒഴിവാക്കി ആദ്യത്തെ മിനിമോളെ മേയറാക്കാൻ ഒരു വിഭാഗം ചരടുവലി തുടങ്ങി. സഹിൻ ആന്റണി നൽകും വിവരങ്ങൾ. സഹിൻ, കൊച്ചി കോർപ്പറേഷൻ UDF മികച്ച വിജയമായിരുന്നു. പക്ഷേ മേയറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ഐക്യത്തോടെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രണ്ട് ടീമിലായാലും ദീപ്തിയെ പാടെ വെട്ടാനാണോ നീക്കം? കോൺഗ്രസ് അവരുടെ തനിസ്വഭാവം കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദീപ്തി മേരി വർഗീസിനെ ആദ്യ 2.5 വർഷം മേയറാക്കാനും പിന്നീട് 2.5 വർഷം ഈ പറയുന്നത് പോലെ തന്നെ ഷൈനി മാത്യുവിനെ മേയറാക്കാനുമായിരുന്നു കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനവും അട്ടിമറിക്കപ്പെട്ടു, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മിനിമോള് മേയർ ആദ്യത്തെ 2.5 വർഷത്തേക്ക് മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഏറെക്കുറെ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും 42 കൗൺസിലർമാരുണ്ട്. ആ 42 കൗൺസിലർമാരിൽ ഒരു വിഭാഗം മിനിമോളെ മേയറാക്കണമെന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ കോർ കമ്മിറ്റി യോഗം വിളിക്കണമെന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. കോർ കമ്മിറ്റി വിളിച്ച് കോർ കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ആ കാര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ദീപ്തി മേരി വർഗീസിനെയും ഒപ്പം തന്നെ ഷൈനി മാത്യുവിനെയും 2.5 വർഷം വീതം മേയറാക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ദീപ്തി മേരി വർഗീസ് കളത്തിന് പുറത്തേക്ക് പോവുകയും പുതിയൊരു പേര് മിനിമോള് അകത്തേക്ക് കയറുകയും ചെയ്തൊരു കാഴ്ച കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, മുൻപ് ടോണി ചമ്മണി മേയറാകുന്ന ഘട്ടത്തിൽ അന്ന് ഈ കൗൺസിൽ അല്ലെങ്കിൽ ഭൂരിഭാഗം കൗൺസിലർമാരെയും വിജയിപ്പിച്ചെടുത്ത ഒരു നേതാവുണ്ടായിരുന്നു വേണുഗോപാൽ. ഒരുപക്ഷെ ടോണി ചമ്മണിയുടെ പേര് പ്രഖ്യാപിക്കുന്നതുവരെ വേണുഗോപാൽ മേയറാകുമെന്നായിരുന്നു കൊച്ചി മുഴുവൻ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ടോണി ചമ്മണി മേയറാകുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു ഈ വട്ടവും. അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്ന് കരുതിയിരുന്ന കോൺഗ്രസ്സുകാർക്കൊക്കെ കാര്യങ്ങൾ തെറ്റുന്നു. മിനിമോൾക്ക് ആ സാധ്യത തുറന്നു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.